തിരിച്ചു വരാം. സജിത്തിലേക്ക് ഒന്ന് പോകണം. ടി ജി സജിത്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരം? മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? യെസ് രഞ്ജിത്ത്, അരുണിലേക്ക് പോകുന്നതിന് മുമ്പ് ചില വിശദാംശങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. അതായത് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഇതിൽ പരാമർശിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ എന്നതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സെന്റൻസുകൾ തന്നെ ഒന്ന് കോട്ട് ചെയ്യാം. സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. ഏതായാലും അത് കഴിഞ്ഞാവും എന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ. അതായത് ഈ പുസ്തകം വോട്ടെടുപ്പിന് ശേഷം പ്രസിദ്ധീകരിക്കാൻ ഇരുന്നതാണ് എന്നതാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്ന കാര്യം. അതായത് ഇതിൻ്റെ ഉള്ളടക്കം ശരി തന്നെയാവാം, പക്ഷേ ഇത് പ്രസിദ്ധീകരിക്കാൻ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവാദങ്ങളുടെ പശ്ചാത്തലമാവാം ഒരു പക്ഷേ EPA ഇങ്ങനെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കിതെല്ലാം സൂചനകളാണ്. കാരണം EP ജയരാജൻ നിഷേധിക്കുന്നിടത്തോളം അത് പറയാതിരിക്കാൻ അത് നമുക്ക് ഏറ്റെടുക്കാനാവില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കാലഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വരുമ്പോഴുണ്ടാവുന്ന വെല്ലുവിളിയും പ്രതിസന്ധിയും അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇത് പ്രസിദ്ധീകരിക്കുന്നതിനാൽ തുറന്നു പറയാമല്ലോ എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്നതാണ്. അതായത് ഇന്ന് പ്രസിദ്ധീകരണം ഉണ്ടാവില്ല അല്ലെ? ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് പറയുമ്പോൾ ഇന്ന് പ്രസിദ്ധീകരണം ഉണ്ടാകില്ല എന്ന് പുസ്തകത്തിൽ സ്പഷ്ടമാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ബുക്ക് വരുമ്പോൾ വലിയ വിവാദമുണ്ടാക്കും എന്ന കാര്യം EP ജയരാജൻ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങൾ പ്രസിദ്ധീകരണമായതുകൊണ്ട് തുറന്നു പറയാമല്ലോ എന്ന പരാമർശം തന്നെ ഈ പുസ്തകത്തിൽ നടത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാം. നമുക്കൊരു പക്ഷേ അരുണിലേക്ക് പോയാൽ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത കൂടി വരും. എനിക്ക് തോന്നുന്നു രഞ്ജിത്ത്, ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്, കണ്ണൂർ ബ്യൂറോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് EPA ജയരാജൻ ഇന്ന് ചില പൊതുപരിപാടികളുണ്ട്. അദ്ദേഹം ഇന്ന് ഉദുമയിൽ, കാസർഗോഡ് ഉദുമയിലെ ഒരു CPM സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനിരുന്നതാണ്. അതായത് പാർട്ടിയുമായി പൂർണ്ണമായും ഇടഞ്ഞല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയുമായും ഒക്കെ നടന്ന ചർച്ചകൾക്ക് ശേഷം അനുനയപ്പെട്ട് പാർട്ടി പരിപാടികളിലേക്ക് പതിയെ സജീവമായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിരുന്നത്. ഇതിനിടയിലാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ചർച്ചയാവുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ പുസ്തകം അദ്ദേഹം പുറത്തുവിടാനിരുന്നതാണ്, പക്ഷേ അത് ഇപ്പോൾ ഈ ഘട്ടത്തിലായിരുന്നില്ല എന്ന് മാത്രം വേണം നമുക്ക് അനുമാനിക്കാം. പുസ്തകത്തിന്റെ PDF കോപ്പികളാണ് ഇപ്പോൾ ലീക്കായി. അത് ആര് പുറത്തുവിട്ടു എന്ന കാര്യത്തിലാണ് ഇനിയും നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടത്. അതിൽ വിശദീകരണമൊക്കെ DC ബുക്സിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. പക്ഷേ പൂർണ്ണമായും EP നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെ വ്യക്തമായ ചില പരാമർശങ്ങൾ പാർട്ടിക്കെതിരെയും P സരിനെതിരെയും വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു പക്ഷേ വരും ദിവസങ്ങളിലായിരിക്കും പുറത്തിറങ്ങുക. തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തിറങ്ങുന്ന പുസ്തകമായിരിക്കാം. നേരത്തെ അരുണിനോട് ചോദിച്ച ഒരു ചോദ്യം തന്നെ അതായിരുന്നു. കാരണം അരുണ് സജിത്ത് പറഞ്ഞതുപോലെ പാർട്ടി പരിപാടികളിൽ സജീവമായി വരികയാണ്. മാസങ്ങളോളം പാർട്ടിയുമായി ഒരു ബന്ധമില്ലാതെ ജീവിച്ച ഒരു നേതാവ്, സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഒരു നേതാവ്, കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ഒരു നേതാവ്, വല്ലാത്ത അസംതൃപ്തി എപ്പോഴും പറയാതെ പറഞ്ഞ നേതാവ്, അദ്ദേഹം വീണ്ടും ഈ നിലപാടിൽ ഇങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പാർട്ടി എങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒന്ന്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിപ്പോൾ ലീക്കായി പുറത്തു വന്നതാണ്. അത് എങ്ങനെ പുറത്തു വന്നു എന്ന കാര്യമൊക്കെ ഇനിയും കാത്തിരുന്ന് കാണണം. ആര് പുറത്തുവിട്ടു എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ പരാമർശങ്ങൾ അവിടെ ഉണ്ട്, ജയരാജന്റെ ഭാഗത്ത് നിന്ന് ആ പുസ്തകത്തിലുണ്ട് എന്ന് വേണം തൽക്കാലം നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് കരുതാൻ. അരുൺ, തീർച്ചയായിട്ടും ഇന്ന് ഈ വാർത്ത ആദ്യം പുറത്തു വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിന്റെ കോട്ടയം എഡിഷനിലാണ്. മറ്റ് എഡിഷനിൽ ഉണ്ടോ എന്നത് വ്യക്തമല്ല. സെക്കൻഡ് പിണറായി ഗവൺമെന്റ് ഈസ് വീക്ക്, പാർട്ടി നെവർ ഹെഡ് മീ ഔട്ട് തുടങ്ങി EP ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ കോട്ട് ചെയ്ത് അവിടെ നിന്നാണ് അങ്ങനെ ഒരു വാർത്ത കോട്ടയത്ത് വരുന്നത്. സ്വാഭാവികമായും DC ബുക്സുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പുറത്തു കൊടുത്തതാകാം, അല്ലെങ്കിൽ DC ബുക്സിന്റെ ഈ പ്രൊമോഷന്റെ ഭാഗമായി പുറത്തു വന്നതാകും. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ പുസ്തകം DC ബുക്സിന്റെ ഔട്ട്ലെറ്റുകളിൽ എത്തുമെന്നും വിവരങ്ങൾ വരുന്നുണ്ട്, സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും അതൊക്കെ കണ്ടറിയണം. പുസ്തകത്തിന്റെ കുറച്ചുകൂടി പകർപ്പുകൾ നമുക്ക്, അതായത് ഏതാണ്ട് മുഴുവൻ പേജുകളും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത് വളരെ ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആ പേജ് നമുക്ക് ഇടുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുൻപ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. എന്തായാലും അത് കഴിഞ്ഞാകുമെന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയുടെ ദേശീയ തലത്തിൽ രണ്ടാമതായി കണക്കാക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ്. LDF സ്ഥാനാർത്ഥിയും ആ സഖ്യത്തിന്റെ ഭാഗമാണ്. സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, എന്തിന് ഇടതുപക്ഷം മത്സരിക്കുന്നു എന്നതാകും.
നമ്മൾ മത്സരിച്ചില്ലെങ്കിൽ അത് BJP മുതലെടുക്കാനുള്ള അവസരമാകും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകണമല്ലോ. ഡോക്ടർ പി സരൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വെളുക്കും മുമ്പുള്ള മറുകണ്ഠം ചാടൽ, ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണമെന്ന് നേര്. ഇത്തരത്തിൽ സ്വതന്ത്രരെ പക്ഷം നിർത്തുന്നതിനെ കുറിച്ച് സഖാവ് EMS പലകുറി പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടത്തിലും നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അരുൺ. തീർച്ചയായിട്ടും ഈ പുസ്തകം പ്രിന്റിങ്ങിന് പോയി കഴിഞ്ഞു. ഇന്ന് പുസ്തകം DC ബുക്സിന്റെ ഔട്ട്ലെറ്റുകളിൽ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും വളരെ നിർണായകമാണ് അക്കാര്യം, വളരെ പ്രധാനപ്പെട്ടതാണ് അക്കാര്യം. EP ജയരാജനെ ഇന്ന് രാവിലെ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വളരെ ഇപ്പൊ ഈ ബുക്കിന്റെ ഏതായാലും താൻ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ കട്ടൻ ചായയും പരിപ്പൂടെ എന്ന പുസ്തകം അതിന്റെ തുടക്കം തന്നെ വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിന്റെ ആദ്യ അധ്യായം എന്ന് വേണം നമുക്ക് കരുതാൻ. ആ അധ്യായം അതാണ് സൂചിപ്പിക്കുന്നത്. അതിൽ പിണറായി വിജയനും ഒപ്പമുള്ള ഒരു ഫോട്ടോ, ചിരിച്ചുകൊണ്ട് പിണറായി വിജയനും EP ജയരാജൻ നിൽക്കുന്ന ഫോട്ടോയാണ് അതിന്റെ ആ പേജിലുള്ള പ്രധാനപ്പെട്ട ആകർഷണം. ദാരിദ്ര്യവും പട്ടിണി നിറഞ്ഞ ബാല്യം, സംഘർഷഭരിതമായ കൗമാരവും യൗവനവും, തുടർന്നുള്ള കാലം പൂർണ്ണമായും പൊതുപ്രവർത്തനക്കാൻ നീക്കിവെച്ചു. തിരിഞ്ഞുനോക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തി, ജീവിതം തീർത്തും സുതാര്യമാണ്. പൊതുപ്രവർത്തനത്തെ ഒരിക്കലും വ്യക്തിപരമായി നേരിടുന്ന കുടുംബകാലത്തിന് ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും പൊതുസമൂഹത്തിൽ എനിക്കൊരു വ്യാജ പ്രതിച്ഛ സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദികൾ ആരാണ്? അത് വലതു മാധ്യമങ്ങൾ മാത്രമല്ല, കോൺഗ്രസിന്റെ BJP നേതാക്കളുണ്ട് തുടങ്ങി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ് EP ജയരാജൻ അതിന്റെ ആ അധ്യായത്തിൽ. അതാണ് അത് കഴിഞ്ഞിട്ട് വിത്തുപാകിയ കമ്മ്യൂണിസ്റ്റ് ബോധം, എങ്ങനെ EP ജയരാജൻ ഒരു കമ്മ്യൂണിസ്റ്റായി മാറി, എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് EP ജയരാജൻ ആകർഷിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് രണ്ടാം അധ്യായത്തിൽ പറയുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ യുവജന പ്രസ്ഥാനത്തിലേക്ക്, അതായത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി യുവജന കാലഘട്ടം വിശദമാക്കുന്ന ഭാഗമാണ് അടുത്ത അധ്യായം. വളരെ വിശദമായിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ ആ അധ്യായത്തിൽ പറഞ്ഞു വരുന്നു. അവിടെ ബുദ്ധ ഭട്ടാചാര്യക്കൊപ്പമുള്ള ചിത്രം, ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ DYFI കാലത്തുള്ള ചിത്രമാകാം. പിന്നീട് പാടിക്കുന്ന് സഖാക്കളുടെ ഓർമ്മയിൽ പാടിക്കുന്ന് രക്തസാക്ഷികളെ പറ്റിയുള്ള അനുസ്മരണം അടുത്ത അധ്യായത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് മർദ്ദനം, അറസ്റ്റ്, ജയിൽവാസം, EP ജയരാജൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് പരുവപ്പെട്ട വഴികളാണ് ആ അധ്യായത്തിൽ EP ജയരാജൻ വിശദീകരിക്കുന്നത്. പോലീസ് മർദ്ദനം, അറസ്റ്റ്, ജയിൽവാസം, അവിടെ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം കൂടി ആ പേജിലും അദ്ദേഹം ഉൾക്കൊള്ളിക്കുന്നു. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുമായുള്ള സുഹൃത്തുമായുള്ള ബന്ധമൊക്കെ ഒരുപക്ഷെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടാകാം. അടിയന്തരാവസ്ഥ, EP ജയരാജനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ അവരെ ഈ സംസ്ഥാന നേതൃതലത്തിലേക്ക് ഉയർത്തിയ അടിയന്തരാവസ്ഥ സമരങ്ങൾ, ആ കാര്യങ്ങൾ അദ്ദേഹം മറ്റൊരു അധ്യായത്തിൽ പറയുന്നു. അടിയന്തരാവസ്ഥയിൽ രസകരമായ ഓർമ്മകളെന്നാണ് ആ അധ്യായത്തിന്റെ പേര്. അവിടെ രേരപ്പേട്ടന്റെ പല്ല് പ്രതിരോധ പരിശീലനം തുടങ്ങിയ കാര്യങ്ങൾ. MP രാഘവനും EP-യുമായുള്ള ബന്ധം, EP ജയരാജൻ MP രാഘവൻ വളരെ അടുത്ത നേതാവാണ്. പിന്നീട് അദ്ദേഹത്തെ ശത്രുവിനെ പോലെ കണ്ട നേതാവാണ്. പരസ്പരം നിയമസഭയിലടക്കം സംഘർഷം, ഏറ്റുമുട്ടൽ, കയ്യാങ്കളിലേക്ക് എത്തിയ ഏറ്റുമുട്ടലുണ്ടായ നേതാവാണ്. MP രാഘവൻ വിട്ടുപോയ കാലവും MP രാഘവനുമായുള്ള ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് MP രാഘവനും ഞാനും എന്ന അധ്യായം EP ജയരാജൻ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയെ വെട്ടിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട് സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ എന്നുള്ളതാണ് അരുൺ. അത് ഈ പാർട്ടി മാർട്ടിന്റെ കമ്പനി പരസ്യം നൽകുന്നതിന് മുൻകൂർ തുകയായി 2 കോടി രൂപ നൽകാമെന്ന് സമ്മതിച്ചു. അവർ ഇക്കാര്യം എന്നെ അറിയിച്ചു. വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ താൻ അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ് ദേശാഭിമാനി അക്കൗണ്ടിലേക്ക് മുൻകൂർ പണം കൈപ്പറ്റിയത്. പക്ഷേ ലോട്ടറി രാജാവിൽ നിന്നും ഞാൻ വ്യക്തിപരമായി പണം വാങ്ങി എന്ന നിലയിലേക്ക് വരെ ചില കേന്ദ്രങ്ങൾ ചർച്ച കൊണ്ടുവന്നു. ഇതിലൊന്നും 1 രൂപ പോലും എന്റെ കയ്യിലേക്ക് വന്നില്ല. അതെല്ലാവർക്കും അറിയാമായിരുന്നിട്ടും എന്നെ കുരിശിലേറ്റാനായൊരു ശ്രമം. മാർട്ടിനുമായി ഒരു തരത്തിലുള്ള ചർച്ചയും ഞാൻ നടത്തിയിട്ടില്ല. വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു പരസ്യദാതാവിൽ നിന്നും മുൻകൂർ കാശ് വാങ്ങിയത് ബോണ്ട് വിവാദമാക്കി, ലോട്ടറി രാജാവുമായുള്ള അവിശുദ്ധ ബന്ധമാക്കി. പാർട്ടിയിലെ വിഭാഗീയത, അത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കണം അരുൺ, പാർട്ടിയിലെ വിഭാഗീയത അത്തരമൊരു കാൽപ്പനിക സൃഷ്ടികൾക്ക് ആക്കം കൂട്ടി. VS തന്നെ അത് ആയുധമാക്കി ഉപയോഗിച്ചു. അന്ന് VS മുഖ്യമന്ത്രിയായിരുന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി സംഘർഷത്തിന്റെ പാതയിലായിരുന്നു. എനിക്കെതിരെയാണെങ്കിലും അത് സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള ഒളിയാക്രമണമായിരുന്നു. കേന്ദ്ര നേതൃത്വമാകട്ടെ ദുർബലമായ സാഹചര്യത്തിലും അതും വളരെ ഗൗരവതരമായ. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ വിഷയം വീണ്ടും ചർച്ചയാക്കുകയാണ് EP അരുൺ. തീർച്ചയായിട്ടും സാന്റിയാഗോ മാർട്ടിൻ വിഷയം, ദേശാഭിമാനിക്ക് ബോണ്ട് വിവാദവും ഒക്കെ EP-യുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ ഒന്നാണ്. അന്ന് പാർട്ടിക്ക് വേണ്ടി, ദേശാഭിമാനിക്ക് വേണ്ടി പണം പിരിച്ചെങ്കിലും അത് പിന്നീട് തന്റെ VP ജയരാജനെതിരെയുള്ള ആരോപണമായി മാറുന്നു. ദൈനംദിന
പ്രവർത്തനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. ഭീമമായ കടത്തിലായിരുന്നു ആ കാലം ദേശാഭിമാനി. പരസ്യ വരുമാനം തീരെ കുറവ്, സർക്കുലേഷൻ കാര്യമായ പുരോഗതിയില്ല, ന്യൂസ് പ്രിന്റ് പോലും പലപ്പോഴും മറ്റു പത്രങ്ങളിൽ നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥ തുടങ്ങി അന്നത്തെ ദേശാഭിമാനിയുടെ അവസ്ഥ അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ വിവാദങ്ങൾ അദ്ദേഹം പറഞ്ഞു പോകുന്നത്. സാന്റിയാഗോ മാർട്ടിൻ എന്ന അങ്ങനെ ഈ ദേശാഭിമാനി മെച്ചപ്പെടുത്താൻ പലരെയും സമീപിച്ചു. അക്കൂട്ടത്തിലാണ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയുമായി ഡെപ്യൂട്ടി ജനറൽ മാനേജർ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയത്. ദേശാഭിമാനിക്ക് മാത്രമല്ല മറ്റു പത്രങ്ങൾക്കും സാന്റിയാഗോ മാർട്ടിൻ വൻതോതിൽ പരസ്യം നൽകിയിരുന്നു. ദേശാഭിമാനിക്കും തുടർച്ചയായി പരസ്യം കിട്ടിയിരുന്നു. അങ്ങനെയായിരിക്കാം നേരത്തെ ആലോചിച്ച പ്രകാരം വേണുഗോപാൽ നേതൃത്വത്തിൽ ലോട്ടറി നടത്തിപ്പ് ചുമതലയുള്ള മാർക്കറ്റിംഗ് വിഭാഗവുമായി ചർച്ച നടത്തിയത്. ആയിരിക്കാം എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിലാണ്. ഞാനുമായി ചർച്ച നടത്തിയിട്ടില്ല. അവർ ഓരോ സ്ഥാപനത്തിന്റെയും അതായത് താനുമായി ചർച്ച നടത്തിയിട്ടില്ല. അത് ദേശാഭിമാനി ജനറൽ മാനേജർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ വേണുഗോപാലിനാണ് ആ ചർച്ച നടത്തിയത്. അങ്ങനെ മാർട്ടിന്റെ കമ്പനി പരസ്യം നൽകുന്നതിന് മുൻകൂർ തുക 2 കോടി രൂപ നൽകാമെന്ന് സമ്മതിച്ചു. അവർ അക്കാര്യം എന്നെ അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറി അതായത് സാന്റിയാഗോ മാർട്ടിന്റെ പണം വാങ്ങി ദേശാഭിമാനി പണം വാങ്ങിയത് ഇ.പി. ജയരാജൻ ഒറ്റയ്ക്കല്ല, അത് സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനമാണ് എന്ന് അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നു. മാർട്ടിന്റെ കമ്പനി അങ്ങനെ പരസ്യം നൽകുന്നതിന് മുൻകൂർ തുകയായി 2 കോടി നൽകാമെന്ന് സമ്മതിച്ചു. അക്കാര്യം അവർ എന്നെ അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ചു. അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ് ആ തുക വാങ്ങാൻ ദേശാഭിമാനി അക്കൗണ്ടിലേക്ക് മുൻകൂർ പണം കൈപ്പറ്റിയത്. പക്ഷേ ലോട്ടറി രാജാവിൽ നിന്ന് ഞാൻ വ്യക്തിപരമായി പണം വാങ്ങിയ നിലയിലേക്ക് വരെ കാര്യങ്ങൾ ചർച്ച കൊണ്ടുവന്നു എന്ന് അദ്ദേഹം പറയുന്നു. അവിടെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ പാർട്ടി വിഭാഗീയത ഇത്തരം കാൽപ്പനിക സൃഷ്ടികൾ കാക്കം കൂട്ടി വി.എസ്. അച്യുതാനന്ദന് ആയുധമായി ഉപയോഗിച്ചു. അന്ന് വി.എസ്. മുഖ്യമന്ത്രി കൂടിയായിരുന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി സംഘർഷത്തിന്റെ പാതയിലും എനിക്കെതിരെയാണെങ്കിലും അത് സംസ്ഥാന നേതൃത്വത്തിനെതിരായ ആക്രമണമായിരുന്നു. കേന്ദ്ര നേതൃത്വമാകട്ടെ തീർത്തും ദുർബലമായ സാഹചര്യത്തിലും ഡൽഹിയിലെ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിദ്വ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കാലത്തെ കാര്യം അദ്ദേഹം പറയുകയാണ്. അതായത് മറ്റൊരു കാര്യമുള്ളത് വിവാദ വ്യവസായി വി.എം. രാധാകൃഷ്ണൻ ബന്ധപ്പെട്ടതാണ്. 2013 നവംബറിൽ പാലക്കാട് നടന്ന പാർട്ടി പീഡനത്തിന്റെ സമാപന ദിവസം ദേശാഭിമാനി സപ്ലിമെന്റ് ഇറക്കാൻ തീരുമാനിച്ചിരുന്നു. അവിടെ ഈ തെറ്റിദ്ധരുത്ത രേഖയുടെ ഭാഗമായാണെന്ന് CPM പാർട്ടി പാലക്കാട് പ്ലീനം വിളിക്കുന്നത്. ആ പ്ലീനത്തിലാണ് ചാക്ക് രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന വി.എം. രാധാകൃഷ്ണൻ മദ്യ വ്യവസായിയുടെ പരസ്യം ദേശാഭിമാനി പത്രത്തിൽ വന്ന അന്നത്തെ ഇ.പി. ജയന്റെ പ്രതികരണമൊക്കെ ഇപ്പോഴും നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ്. വളരെ ശക്തമായ വിമർശനം അദ്ദേഹം കുപിതനായി മാധ്യമങ്ങളോട് സംസാരിച്ച സാഹചര്യമുണ്ടായിരുന്നു. 2013 നവംബറിൽ പാലക്കാട് നടന്ന പാർട്ടി പീഡനത്തിന് സമാപന ദിവസം ദേശാഭിമാനി സപ്ലിമെന്റ് ഇറക്കാൻ തീരുമാനിച്ചു. പരസ്യ വിഭാഗം പരസ്യത്തിനായി പലരെ സമീപിച്ചു. കൂട്ടത്തിൽ പാലക്കാട് വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന സൂര്യ ഗ്രൂപ്പ് ഉടമ എന്ന വി.എം. രാധാകൃഷ്ണനും പരസ്യം തന്നു. ആ പരസ്യം സ്വീകരിച്ചത് ഒരു അപാകതയുമില്ല. വിവാദ വ്യവസായിയുടെ പണം സ്വീകരിച്ചു എന്ന തരത്തിലുള്ള മാധ്യമ പ്രചരണം വന്നു. പാർട്ടി തെറ്റിദ്ധരുത്തൽ ചർച്ച നടത്തുമ്പോൾ ഇത്തരം കളങ്കിത വ്യക്തികളിൽ നിന്ന് കാശ് സ്വീകരിക്കാമോ എന്ന നിലയിലായിരുന്നു ചർച്ച. യഥാർത്ഥത്തിൽ പരസ്യം സ്വീകരിക്കുന്നത് ഇത്തരം ധാർമ്മികതയെന്നും ഒരു മാധ്യമം എൻ്റെ ആത്മകഥ സംബന്ധിച്ചിട്ട് എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിച്ചു